Hi everyone, welcome to another video of Think Institute. ഇന്നത്തെ സെഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. JBARCിൻ്റെയും നാറ്റയുടെയും ആർക്കിടെക്ചർ ടോപ്പിക്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക്സ് ആണ് ആർക്കിടെക്ട്സ് ആൻഡ് ദിയർ കോൺട്രിബ്യൂഷൻസ്, എസ്പെഷ്യലി ഇന്ത്യൻ ആർക്കിടെക്ട്സ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഫ്യൂ ഇന്ത്യൻ ആർക്കിടെക്ട്സ്. ദിസ് ഈസ് ഫെബിൻ, ലീഡ് ഫാക്കൽറ്റി അറ്റ് തിങ്ക്. സോ ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഒരു ആർക്കിടെക്റ്റിനെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടത് അല്ലേ? ഒരു ആർക്കിടെക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആളുടെ വർക്ക്സ് ആയിരിക്കാം, മേ ബി കോഡ്സ് ആയിരിക്കാം, മറ്റ് കോൺട്രിബ്യൂഷൻസ് ആയിരിക്കാം. സോ നമുക്ക് നോക്കാം യൂഷ്വലി എന്തൊക്കെയാണ് എക്സാംസിന് ചോദിക്കുന്നത് എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദി ആർക്കിടെക്റ്റ്. അതായത് ഒരു ആർക്കിടെക്റ്റിൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. കാരണം ഒരു ആർക്കിടെക്റ്റിൻ്റെ വർക്ക് പഠിക്കുമ്പോൾ ആളായിട്ട് റിലേറ്റ് ചെയ്യാൻ എപ്പോഴും ഈസിയാണ്. അതിപ്പോൾ ബി ദോഷി എന്ന് പറയുമ്പോൾ ബി ദോഷിയുടെ ഇമേജ് നമ്മുടെ മൈൻഡിലേക്ക് വരണം. ഇപ്പോൾ IIM ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ കൂടെ തന്നെ ബി ദോഷിയുടെ ഇമേജ് കൂടെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈസിലി ഓർത്തെടുക്കാൻ അത് നമുക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ എപ്പോഴും ഒരു ആർക്കിടെക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ആളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരിക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ്ലി, കോഡ്സ് ബൈ ദി ആർക്കിടെക്ട്, ബുക്സ്, ഡോക്യുമെൻ്ററീസ് ആൻഡ് റിലേറ്റഡ് ബുക്സ് ആൻഡ് ഡോക്യുമെൻ്ററീസ് റിലേറ്റഡ് ടു ദി ആർക്കിടെക്ട്. അതായത് ആ ആർക്കിടെക്റ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡോക്യുമെൻ്ററീസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ, ആ ആർക്കിടെക്റ്റ് ഏതെങ്കിലും ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, ആൾ എഴുതിയ ബുക്കാവാം, അതല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ കുറിച്ചിട്ടുള്ള ബുക്സ് ആവാം. ഓക്കെ, ദെൻ മേജർ കോഡ്സ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മേജർ കോഡ്സ് ഉണ്ട്, അത് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ദെൻ അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻസ്. ഇപ്പോൾ നമുക്കറിയാം പ്രിസ്കർ പ്രൈസ്, AIA ഗോൾഡ് മെഡൽ, റിബ ഗോൾഡ് മെഡൽ, അതുപോലെ ഒരുപാട് ആർക്കിടെക്ചർ അവാർഡ്സ് ഉണ്ട്. സോ ആർക്കിടെക്ട്സിന് കിട്ടിയിട്ടുള്ള അവാർഡ്സിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. ദെൻ കൺട്രി ഓർ പ്ലേസ് ഓഫ് ഒറിജിൻ, ഏരിയ ഓഫ് വർക്ക്. ഓക്കെ, സോ എല്ലാ ആർക്കിടെക്ട്സിൻ്റെയും കൺട്രി, അവരുടെ ഒറിജിൻ ഒന്നും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഈസിലി കണക്ട് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലോറി ബേക്കർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ബോൺ ഇന്ത്യൻ ആർക്കിടെക്റ്റ് ആണ്. ക്രിസ്റ്റഫർ ബെന്നിങ്ങർ എന്ന് പറയുമ്പോൾ അമേരിക്കൻ ബോൺ ഇന്ത്യൻ ആർക്കിടെക്റ്റ് ആണ്. ലെ കോർബ്യൂസിയർ സ്വിസ് ഫ്രഞ്ച് ആർക്കിടെക്റ്റ് ആണ്. ഇതുപോലെ നമ്മൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി പഠിച്ചു വെക്കുന്ന എപ്പോഴും നല്ലതാണ്. ദെൻ ദെയർ ഫേമസ് വർക്ക്സ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഏരിയ എന്നാണ്. ഓക്കെ, ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ വർക്ക്സ്, മേ ബി അതിൻ്റെ ലൊക്കേഷൻ ആവാം, ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷൻ ആവാം, മറ്റ് ഫീച്ചേഴ്സ് ആവാം. സോ ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷൻ, ലൊക്കേഷൻ, ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ്, സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ആർക്കിടെക്റ്റിനെ കുറിച്ചിട്ട് മേജറായിട്ട് പഠിച്ചിരിക്കേണ്ടത്. സോ നമുക്ക് കുറച്ച് മേജർ ആയിട്ടുള്ള ആർക്കിടെക്ട്സിനെ പരിചയപ്പെടാം. സോ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ലോറി ബേക്കർ ആണ്, ബിക്കോസ് ലോറി ബേക്കർ എൻ്റെ ഫേവറേറ്റ് ആർക്കിടെക്റ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ മലയാളീസിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റ് ആണ് ലോറി ബേക്കർ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ ആർക്കിടെക്ട്സ്, മേജർ ഇന്ത്യൻ ആർക്കിടെക്ട്സ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ കൂടുതൽ വർക്ക്സ് ചെയ്തിട്ടുള്ള ആർക്കിടെക്റ്റ് ആണ് ലോറി ബേക്കർ. ലോറി ബേക്കർ ട്രിവാൻഡ്രം ബേസ്ഡ് ആണ് ആളുടെ കൂടുതൽ വർക്ക്സ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഓൾ ഓവർ കേരള ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ലോറി ബേക്കറിൻ്റെ വർക്ക്സ് എന്നുള്ളത്. ഓക്കെ, സോ ലോറി ബേക്കറിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. മൈ ഫീലിംഗ് ആസ് എൻ ആർക്കിടെക്ട് ഇസ് ദാറ്റ് യു ആർ നോട്ട് ആഫ്റ്റർ all trying to put up a monument which will be remembered as a Laurie Baker building, but Mohan Singh's house where he can live happily with his family. ഇതാണ് ലോറി ബേക്കറിൻ്റെ എൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. അതായത് ലോറി ബേക്കർ ഡിസൈൻ ചെയ്ത ഒരു ബിൽഡിംഗ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് ആർക്ക് വേണ്ടിയിട്ടാണോ ഡിസൈൻ ചെയ്തത് ആ ആൾക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ആ ആളുടെ പേരിലായിരിക്കണം ആ ബിൽഡിംഗ് അറിയപ്പെടേണ്ടത്. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആളുടെ എൻ്റെ ഒരു ഫിലോസഫി വരുന്നത്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ, സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ. സോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞു ലോറി ബേക്കർ ഒരു ബ്രിട്ടീഷ് ബോൺ ഇന്ത്യൻ ആർക്കിടെക്റ്റ് ആണ്. ആള് ബ്രിട്ടനിലാണ് ജനിച്ചത്. ആൻഡ് ദെൻ ഗാന്ധിജീനെ ഇൻസ്പയർ ആയിട്ടാണ് ആൾ ഇന്ത്യയിലേക്ക് വരുന്നത്. സോ ഇവിടെ വന്നിട്ട് കൂടുതൽ വർക്ക്സ് വന്ന് ഇന്ത്യൻ നാഷണാലിറ്റി കിട്ടിയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റ് ആണ് ലോറി ബേക്കർ എന്ന് പറയുന്നത്. സോ മേജർ വർക്ക്സ് വരുന്നത് ഹാംലെറ്റ്, അതുപോലെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ട്രിവാൻഡ്രത്ത് ഒരു ഐക്കോണിക് സ്ട്രക്ചറാണ് ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറയുന്നത്. അത് ലോറി ബേക്കർ ഡിസൈൻ ചെയ്തതാണ്. ദെൻ CDS ക്യാമ്പസ്, ലിറ്ററസി വില്ലേജ്, പള്ളിക്കൂടം സ്കൂൾ കോട്ടയം, ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട്. ദെൻ മേജർ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓൾസോ MBE അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റൈൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. ലോറി ബേക്കറിൻ്റെ ബിൽഡിങ്സിനൊക്കെ ഒരു സ്പെസിഫിക് ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളി ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്, ആളുടെ കുറേ ഫിലോസഫീസ് ഉണ്ട്. സോ അതിനെ കുറിച്ചും കൂടെ നമുക്ക് നോക്കാം.
സോ ലോറി ബേക്കർ ബിൽഡിങ്സിൽ നമുക്ക് പൊതുവായിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, റാറ്റ് ട്രാപ്പ് ബോണ്ട്. നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിലും പാർട്സ് ഓഫ് ബിൽഡിങ്സിലൊക്കെ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയുന്നത്. ഒരു മെയ്സൺറി ടൈപ്പ് ആണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ലോറി ബേക്കർ ആണ്. ഓക്കെ, സോ ഉള്ളിലായിട്ട് കാവിറ്റി വരുന്ന ഒരു കൈൻഡ് ഓഫ് വാൾ കൺസ്ട്രക്ഷൻ ആണ് ഇത്. നമ്മുടെ ഒരു സ്പേസിൻ്റെ അകത്ത് ചൂട് കമ്പാരിറ്റീവ്ലി കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ ടെക്നിക്കാണ്. സോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോറി ബേക്കറിൻ്റെ ഒട്ടുമിക്ക ബിൽഡിങ്സിലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫില്ലർ സ്ലാബ് നമ്മൾ പൊതുവെ കാണാറുണ്ട് റൂഫിലായിട്ട്. ഇതുപോലെ ഓട്, അതുപോലെ ചട്ടി, ചിരട്ട, ഇതുപോലത്തെ എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള സ്ലാബുകൾ നമ്മൾ കാണാറുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. ആൻഡ് ഓൾസോ എനർജി കൺസപ്ഷൻ കുറക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഫില്ലർ സ്ലാബ് എന്ന് പറയുന്നത്. ദെൻ ആർച്ചസ് ആൻഡ് ഡോംസ്. ലോറി ബേക്കറിൻ്റെ ഒട്ടുമിക്ക ബിൽഡിങ്സിലും നിങ്ങൾക്ക് ആർച്ചസ് കാണാനായിട്ട് പറ്റും. കാരണം ആർച്ചസ് അഗെയിൻ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ്. ബിക്കോസ് പോസ്റ്റ് ആൻഡ് ലിൻഡൽ കൺസ്ട്രക്ഷന് പകരം ആർച്ചസ് യൂസ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ബ്രിക്ക് ജാളീസ്. ജാളീസ് നമുക്കറിയാം വെന്റിലേഷൻ എൻഷുർ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു ബിൽഡിംഗ് പാർട്ടാണ്. ലോറി ബേക്കറിൻ്റെ ഒട്ടുമിക്ക ബിൽഡിങ്സിലും നിങ്ങൾക്ക് ബ്രിക്ക് ജാളീസ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദെൻ ഫ്രെയിംലെസ് ഡോർ. ലോറി ബേക്കറിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം ഒരു ചെറിയ ഫാമിലി ജീവിക്കുന്ന ഒരു വീട്ടിൽ ഡോറുകൾക്കൊന്നും ഷട്ടേഴ്സിൻ്റെ ആവശ്യമില്ല എന്നാണ് ബേക്കർ പറയുന്നത്. ഈവൻ വാഷ്റൂം ആണെങ്കിൽ പോലും ഒരു കർട്ടൻ മതി എന്നാണ് പറയുന്നത്. ബിക്കോസ് അത് നമ്മുടെ സ്പേസ് ആണ്. അവിടെ നമ്മൾ അൺനെസസറിലി ഒരു അഡീഷണൽ എലമെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ലോറി ബേക്കറിൻ്റെ ഒട്ടുമിക്ക ബിൽഡിങ്സിലും ഫ്രെയിം ഇല്ലാത്ത വിൻഡോസും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അതുപോലെ തന്നെ യൂസ്ഡ് മെറ്റീരിയൽസ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വിൻഡോസും ഡോറുകളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ടെറാക്കോട്ട റൂഫ്സ് ആണ് ലോറി ബേക്കർ മേജറായിട്ട് യൂസ് ചെയ്തത്. കേരളത്തിൻ്റെ വെർണാക്കുലർ ആർക്കിടെക്ചർ പ്രകാരം, വെർണാക്കുലർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തെ ട്രഡീഷണൽ മെറ്റീരിയൽസ്, അവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ടെക്നിക്സ്, മെറ്റീരിയൽസ്, അവിടുത്തെ ക്ലൈമറ്റ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ വെർണാക്കുലർ ആർക്കിടെക്ചർ എന്ന് പറയാം. കേരളത്തിൻ്റെ വെർണാക്കുലർ ആർക്കിടെക്ചർ പ്രകാരം ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്രിക്കും ആൻഡ് റൂഫിങ്ങിന് ടെറാക്കോട്ട ടൈൽ, നമ്മുടെ ഓടെന്ന് വിളിക്കുന്ന ടെറാക്കോട്ട ടൈൽസ് ആണ്. സോ ലോറി ബേക്കറിൻ്റെ മേജർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ബ്രിക്കും ടെറാക്കോട്ട ടൈൽസും ആയിരുന്നു. സോ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ മെത്തേഡായിരുന്നു ലോറി ബേക്കർ ഫോളോ ചെയ്തിരുന്നത്. ഇനി നമുക്ക് ബേക്കറിൻ്റെ കുറച്ച് വർക്ക്സിൻ്റെ ഫോട്ടോസ് കൂടെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസ്. ഇത് കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ ട്രിവാൻഡ്രത്ത് വന്ന് ട്രെയിൻ ഇറങ്ങിയാലും ബസ് ഇറങ്ങിയാലും ആദ്യം ഒബ്സർവ് ചെയ്യുന്നത് കോഫി ഹൗസ് ആണ്. അവിടെ കയറി ഒരു ഇഡ്ഡലിയും വടയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്. സോ കോഫി ഹൗസ് ഒരു ഐക്കോണിക് സ്ട്രക്ചറാണ് ട്രിവാൻഡ്രത്ത്. അപ്പം നമുക്കറിയാം ഇവിടെ ഒരു 3-4 ലെയേഴ്സ് വരുന്നുണ്ട്, ബട്ട് സ്റ്റെയർ കേസ് വരുന്നില്ല. കംപ്ലീറ്റ്ലി റാം കൺസ്ട്രക്ഷനിലാണ് ലോറി ബേക്കർ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇഫ് യു ഒബ്സർവ് അവിടെ വിൻഡോസ് വരുന്നില്ല, കംപ്ലീറ്റ്ലി ജാളി കോൺസെപ്റ്റ് ആണ്. സോ ഈ ഒരു ബിൽഡിംഗ് ഇതേ സ്പേസ് വരുന്ന അല്ലെങ്കിൽ ഇത്രയും ഫംഗ്ഷനാലിറ്റി ഉള്ള മറ്റൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ എത്രയോ കോസ്റ്റ് കുറച്ചിട്ടാണ് ലോറി ബേക്കർ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അതൊരു ഐക്കോണിക് സ്ട്രക്ചർ ആയിട്ട് കാണുന്നത്. ദെൻ നേരത്തെ പറഞ്ഞ് CDS ക്യാമ്പസ് ആണ്. ദെൻ ലോള ചാപ്പൽ. ലോള ക്യാമ്പസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കാണാനായിട്ട് പറ്റും. ഇത് വൺ ഓഫ് ദി ഐക്കോണിക് ബിൽഡിങ്സ് ആണ് ലോറി ബേക്കറിൻ്റെ. വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ലോള ചാപ്പൽ എന്ന് പറയുന്നത്. സോ അവിടെയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പുറത്ത് ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചറിൻ്റെ ഒരു 4-5 ഡിഗ്രീസ് കുറവേ നമുക്ക് അകത്ത് ഫീൽ ചെയ്യത്തുള്ളൂ. അതാണ് ലോറി ബേക്കറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ലിറ്ററസി വില്ലേജ്, ലക്നൗ, സാക്കോൺ, കോയമ്പത്തൂർ, ദെൻ പള്ളിക്കൂടം സ്കൂൾ, കോട്ടയം. ഇത്രയാണ് ലോറി ബേക്കറിൻ്റെ മേജർ ആയിട്ടുള്ള വർക്ക്സ്. സോ എൻ്റെ ഫേവറേറ്റ് ആർക്കിടെക്റ്റ് ആണ് ലോറി ബേക്കർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കും ഇതുപോലെ ഫേവറേറ്റ് ആർക്കിടെക്ട്സ് ഉണ്ടാവാം. മേ ബി ഞാൻ പറയാൻ പോകുന്ന ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ മറ്റാളുകളായിരിക്കാം. സോ നിങ്ങളുടെ ഫേവറേറ്റ് ആർക്കിടെക്റ്റ് ആരാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്റ്റ് ആണ്. സോ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും ആരാണെന്നുള്ളത്. ആർക്കിടെക്ചർ ആസ്പിറൻസ് ആയിട്ടുള്ള ഏതൊരാൾക്കും ആദ്യം പഠിക്കുന്ന അല്ലെങ്കിൽ ആദ്യം അറിയുന്ന ഒരു ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആർക്കിടെക്റ്റ് ആണ്. ആദ്യം കൊടുക്കേണ്ട ആർക്കിടെക്റ്റും ഇദ്ദേഹം ആയിരുന്നു. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആർക്കിടെക്ട് ലോറി ബേക്കർ ആയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് സ്ലൈഡ് ലോറി ബേക്കർ ആഡ് ചെയ്തത്. സോ ഡിസ്കസ് അബൌട്ട് ബിവി ദോഷി. ഓക്കെ, സോ ബിവി ദോഷി ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പ്രിസ്കർ പ്രൈസ് എന്ന് പറയുന്നത്. നൊബേൽ ഓഫ് ആർക്കിടെക്ചർ എന്നാണ് പ്രിസ്കർ പ്രൈസ് അറിയപ്പെടുന്നത്. പ്രിസ്കർ പോലെ തന്നെ ഒരുപാട് അവാർഡ്സ് ബിവി ദോഷിക്ക് കിട്ടിയിട്ടുണ്ട്. പത്മഭൂഷൺ, അഗാ ഖാൻ അവാർഡ്, പത്മശ്രീ, റോയൽ ഗോൾഡ് മെഡൽ. സോ ബിവി ദോഷിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ബിവി ദോഷിയുടെ മേജർ ബിൽഡിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിവി ദോഷിയുടെ ബിൽഡിങ്സ് ഒരിക്കലും നമുക്ക് ഒരു ലിമിറ്റഡ് കൗണ്ടിലേക്ക് നമുക്ക് ചുരുക്കാനായിട്ട് പറ്റില്ല. ആൾ ചെയ്തിട്ടുള്ള എല്ലാ ബിൽഡിങ്സും എല്ലാ സ്ട്രക്ചേഴ്സും ഐക്കോണിക് ആണ്. എല്ലാം മേജർ ബിൽഡിങ്സ് തന്നെയാണ്. ബട്ട് നമ്മൾ കുറച്ച് ബിൽഡിങ്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഫസ്റ്റ്ലി IIM ബാംഗ്ലൂർ. ഓക്കെ,
സോ ഐ എം ബാംഗ്ലൂരിൻ്റെ ക്യാമ്പസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് BV ദോഷിയാണ്. ദെൻ കുറച്ച് ബിൽഡിങ്സിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മേജറായിട്ടും ഇന്ത്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാമ്പസുകളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് BV ദോഷിയാണ്. ഇപ്പോൾ IIM ബാംഗ്ലൂർ ആവട്ടെ, IIM ഉദയ്പൂർ ആവട്ടെ, നിഫ്റ്റ് ഡൽഹി, സെപ്റ്റ് അഹമ്മദാബാദ്. BV ദോഷിയാണ് സെപ്റ്റ് അഹമ്മദാബാദിൻ്റെ ഫൗണ്ടർ. സെപ്റ്റ് കോളേജിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആർക്കിടെക്ചർ കോളേജാണ്. സോ സെപ്റ്റ് ക്യാമ്പസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് BV ദോഷിയാണ്. ആൻഡ് ഓൾസോ കമല ഹൗസ് എന്ന് പറയുന്നത് BV ദോഷിയുടെ ഓൺ റെസിഡൻസ് ആണ്. ഓക്കെ, ദെൻ വി ഹാവ് അഹമ്മദാബാദിനി ഗുഫ, ഐക്കോണിക് സ്ട്രക്ചറാണ് അഹമ്മദാബാദിലുള്ള. ദെൻ സംഗത്ത്, അരണ്യ ലോ കോസ്റ്റ് ഹൗസിംഗ്, ടാഗോർ ഹാൾ അഹമ്മദാബാദ്. സോ നമുക്ക് നോക്കാം BV ദോഷിയുടെ. യെസ്, ഇതാണ് ദി ഐക്കോണിക് അഹമ്മദാബാദിനി ഗുഫ എന്ന് പറയുന്നത്. ഹുസൈൻ ദോഷി ഗുഫ എന്ന് പറയുന്ന ഒരു പേര് കൂടെ ഉണ്ട് ഇതിന്. ഇത് അഹമ്മദാബാദിലാണ്, ഗുജറാത്തിൽ. ദെൻ ദിസ് ഈസ് സംഗത്ത്. സംഗത്ത് എന്ന് പറയുന്നത് BV ദോഷിയുടെ ഓഫീസാണ്. ആൾ വർക്ക് ചെയ്യുന്ന ആളുടെ ഓഫീസാണ് സംഗത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഡിസൈൻ ബൈ ആർക്കിടെക്ട് BV ദോഷി. ആൻഡ് ഇത് അരണ്യ ലോ കോസ്റ്റ് ഹൗസിംഗ്, ഒരു ഹൗസിംഗ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണിത്. ആൻഡ് ദെൻ വി ഹാവ് സെപ്റ്റ് അഹമ്മദാബാദ് ക്യാമ്പസ്. ഓക്കെ, സെപ്റ്റ് എന്ന് പറയുന്നത് ആർക്കിടെക്ചർ കോളേജാണ്. ദെൻ BV ദോഷിയാണ് ക്യാമ്പസിൻ്റെ ഫൗണ്ടർ ആൻഡ് ഡിസൈനർ. ഓക്കെ, യെസ്. ആൻഡ് ദെൻ വി ഹാവ് കമല ഹൗസ്. ഇത് ഓൺ റെസിഡൻസ് ആണ് BV ദോഷിയുടെ. ആൻഡ് ദെൻ ടാഗോർ ഹാൾ, നിഫ്റ്റ് ക്യാമ്പസ്, നിഫ്റ്റ് ഡൽഹി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ക്യാമ്പസാണ്, നിഫ്റ്റിൻ്റെ ക്യാമ്പസാണ് നിഫ്റ്റ് ഡൽഹി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻ ബൈ ആർക്കിടെക്ട് BV ദോഷി. ദെൻ ദിസ് ഈസ് LIC ബിൽഡിംഗ് അഹമ്മദാബാദ്. സോ BV ദോഷിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എവറിത്തിങ് റിലേറ്റഡ് ടു BV ദോഷി ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്റ്റ് ആണ്. സോ ഒരു കണ്ടന്റ് നമ്മൾ ഒരിക്കലും BV ദോഷി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ മിസ് ഔട്ട് ചെയ്യാനായിട്ട് പാടില്ല. സോ അടുത്ത ആർക്കിടെക്റ്റ് ചാൾസ് കൊറിയ. ഇന്ത്യയിൽ നമ്മൾ ടോപ്പ് ആയിട്ടുള്ള 3 or 4 ആർക്കിടെക്ട്സിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആർക്കിടെക്റ്റാണ് ചാൾസ് കൊറിയ. സോ ചാൾസ് കൊറിയ ഇന്ത്യൻ നാഷണാലിറ്റി ആണ്. ദെൻ അക്കാക്കാൻ അവാർഡ്, പത്മഭൂഷൺ, പത്മശ്രീ, റോയൽ ഗോൾഡ് മെഡൽ പോലെയുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ദെൻ കൂടുതലും മോഡേൺ സ്റ്റൈലിലാണ് ബിൽഡിങ്സ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ചാൾസ് കൊറിയയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലൊന്നാണ് കാഞ്ചൻജംഗ അപ്പാർട്ട്മെൻറ്റ്സ്, മുംബൈയിലുള്ള. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സിമ്പിൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് തോന്നും. ബട്ട് അതിന് വെന്റിലേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ഒക്കെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ദെൻ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇതിൽ. ആർക്കിടെക്ചർ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അബൌട്ട് ദിസ് അപ്പാർട്ട്മെൻറ്റ്. സോ അതൊക്കെ നിങ്ങൾ പഠിക്കും ഇനി ഫ്യൂച്ചറിൽ. ദെൻ വി ഹാവ് നാഷണൽ ക്രാഫ്റ്റ് മ്യൂസിയം, ന്യൂഡൽഹി. ദെൻ ജവഹർ കലാകേന്ദ്ര, ജയ്പൂർ. ആൻഡ് അഗെയിൻ ഇതും ഒരു ആർട്ട് മ്യൂസിയം സ്പേസ് ആണ്. ഇവിടെ ഐക്കോണിക് ആയിട്ടുള്ള ജയ്പൂരിലെ തന്നെ അല്ലെങ്കിൽ രാജസ്ഥാനിലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലൊന്നാണ് ജവഹർ കലാകേന്ദ്ര എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ജോമെട്രിക്കൽ ഷേപ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ സിമെട്രിക് ആയിട്ടുള്ള പ്ലാൻ ആണ്. ഒരു പ്രോപ്പർ ജോമെട്രി ഫോളോ ചെയ്തിട്ടാണ് ഈ എൻറ്റയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ സമർബതി ആശ്രം, അഹമ്മദാബാദിലുള്ള മഹാത്മാഗാന്ധി മെമ്മോറിയൽ ആശ്രം നിങ്ങൾക്കറിയാം. ഈ മെമ്മോറിയൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചാൾസ് കൊറിയയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു റെനോവേഷൻ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പുതിയ പ്രൊജക്റ്റൊക്കെ നടക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ ഇനീഷ്യൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചാൾസ് കൊറിയയാണ്. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ഭാരത് ഭവൻ, ഭോപ്പാൽ. ഇതൊരു സബ്ടെർനൈൻ ബിൽഡിംഗ് ആണ്. സബ്ടെർനൈൻ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലോട്ട് കൺസ്ട്രക്ട് ചെയ്യാണ്ട് താഴെ അണ്ടർഗ്രൗണ്ട് സ്പേസ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് സബ്ടെർനൈൻ കൺസ്ട്രക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ടെർനൈൻ ബിൽഡിങ്സിലൊന്നാണ് ഭാരത് ഭവൻ, ഭോപ്പാലിലാണ്. ആൻഡ് ദെൻ വി ഹാവ് ഇസ്മായിലി സെൻറ്റർ, ടൊറോണ്ടോ. ഇന്ത്യക്ക് പുറത്തും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചാൾസ് കൊറിയ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇസ്മായിലി സെൻറ്റർ എന്ന് പറയുന്നത്. ടൊറോണ്ടോ ആണ് വരുന്നത്. അടുത്ത ആർക്കിടെക്റ്റ് രാജ്രവാൾ. ഡൽഹി സിറ്റിനെ സംബന്ധിച്ചിട്ട് രാജ്രവാൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആർക്കിടെക്റ്റ് ആണ്. കാരണം അവിടുത്തെ മോണുമെൻറ്റ്സ് ആണെങ്കിലും സിറ്റി ഡെവലപ്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് രാജ്രവാളിനുണ്ട്. നമ്മൾ എഡ്വിൻ ലൂട്ടീൻസിനെയും ഹെർബർട്ട് ബേക്കറിനെയും ഒക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പാർലമെൻറ്റ് ഡിസൈൻ ചെയ്തതും രാഷ്ട്രപതി ഭവൻ ഡിസൈൻ ചെയ്തതും ഒക്കെ. അവരോട് കൂടെ തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ആർക്കിടെക്റ്റ് ആണ് രാജ്രവാൾ എന്ന് പറയുന്നത്. നമ്മുടെ പാർലമെൻറ്റ് ഹൗസിൻ്റെ ലൈബ്രറി ഡിസൈൻ ചെയ്തിട്ടുള്ളത് രാജ്രവാളാണ്. നമുക്കറിയാം പാർലമെൻറ്റ് ഹൗസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എഡ്വിൻ ലൂട്ടീൻസും ഹെർബർട്ട് ബേക്കറും ബ്രിട്ടീഷ് ആർക്കിടെക്ട്സ് ആണ്. രണ്ടുപേരും കൂടിയിട്ടാണ്. അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ആർക്കിടെക്റ്റ് ആണ് രാജ്രവാൾ എന്ന് പറയുന്നത്. സോ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട് രാജ്രവാളിന്. ഇത് മൂന്നുമാണ് രാജ്രവാളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ഐക്കോണിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് വില്ലേജ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് നടത്തിയ സമയത്ത് അന്ന് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഏഷ്യാഡ് വില്ലേജ് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് വില്ലേജ് എന്ന് പറയുന്നത്. ന്യൂഡൽഹിയിലാണ്. ദെൻ പാർലമെൻറ്റ് ലൈബ്രറി, നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അവിടെയാണ് വരുന്നത്. ഡൽഹിയിലാണ് വരുന്നത്, ന്യൂഡൽഹിയിലാണ് വരുന്നത്. പാർലമെൻറ്റ് ലൈബ്രറി നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രാജ്രവാളാണ്. ദെൻ ഹോൾ ഓഫ് നേഷൻസ്, ഒരു
ഐക്കോണിക് സ്ട്രക്ചർ ആയിരുന്നു. ബട്ട് ഇത് റീസെൻ്റ്ലി ഡിമോളിഷ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇപ്പോൾ ഇത് നിലവിലില്ല. ബട്ട് സ്റ്റിൽ ഒരു രാജരവാളിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കായിട്ട് പറയപ്പെടുന്ന ഒരു വർക്കാണ് ഹാൾ ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആർക്കിടെക്ട്സിൽ, ഇപ്പോൾ ബിൽഡിങ്സ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏൺ ചെയ്യുന്ന ആർക്കിടെക്ട്സിൽ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന ആർക്കിടെക്ട്സിൽ ഒരാളാണ് ഹഫീസ് കോൺട്രാക്ടർ എന്ന് പറയുന്നത്. ഞാൻ വലിയ ബിൽഡിങ്സ് മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന വാശിയുള്ള ഒരു ആർക്കിടെക്റ്റാണ് ഹഫീസ് കോൺട്രാക്ടർ. അതുകൊണ്ട് തന്നെയാണ് ആളെ മാൻ ഓഫ് സ്കൈ സ്ക്രേപ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹഫീസ് കോൺട്രാക്ടർ. സോ ആൾക്ക് ഒരുപാട് അവാർഡ്സും റെക്കഗ്നീഷനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആളുടെ ബിൽഡിങ്സ് എപ്പോഴും ഐക്കോണിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഇന്ത്യയിൽ നമ്മൾ സിറ്റി ഓഫ് സ്കൈ സ്ക്രേപ്പേഴ്സ് എന്ന് വിളിക്കുന്നത് മുംബൈനെയാണ് അല്ലേ. ബിക്കോസ് അവിടെയാണ് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ടോളസ്റ്റ് ബിൽഡിങ്സ് ഉള്ളത് മുംബൈയിലാണ്. അതിൽ ഒട്ടുമിക്ക ബിൽഡിങ്സും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹഫീസ് കോൺട്രാക്ടറാണ്. ഓക്കെ, സോ ബിൽഡിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുംബൈയിലെ ഐക്കോണിക് ട്വിൻ ടവേഴ്സ് ആയിട്ടുള്ള ദി ഇമ്പീരിയൽ ടവേഴ്സ് എല്ലാവർക്കും അറിയായിരിക്കും. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇമ്പീരിയൽ ടവേഴ്സ് എന്ന് പറയുന്നത്. ദെൻ 23 മറീന എന്ന് പറയുന്ന ബിൽഡിംഗ് ദുബായിലാണ്. ദെൻ മഹീന്ദ്ര വേൾഡ് സ്കൂൾ. പിന്നെ നമ്മുടെ ഡൽഹി എയർപോർട്ടിൻ്റെ ഫസ്റ്റ് ടെർമിനൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹഫീസ് കോൺട്രാക്ടറാണ്. ദെൻ ദി 42 കൊൽക്കത്തയിലെ തന്നെ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് 42 എന്ന് പറയുന്നത്. സോ ദി 42 എന്ന് പറയുന്ന ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹഫീസ് കോൺട്രാക്ടറാണ്. ഡിവൈ പട്ടേൽ സ്റ്റേഡിയം, സ്പോർട്സ് ഒക്കെ കാണുന്ന ആളുകൾക്ക് അറിയാം. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു പേരാണ് ഡിവൈ പട്ടേൽ സ്റ്റേഡിയം, മുംബൈ പട്ടേൽ സ്റ്റേഡിയം എന്നൊക്കെ പറയുന്നത്. സോ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹഫീസ് കോൺട്രാക്ടറാണ്. ഓക്കെ, ദെൻ അഗെയിൻ ലോകാൻവാല മിനർവ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ലോകാൻവാല മിനർവ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, കുറച്ച് വർക്ക്സിൻ്റെ ഫോട്ടോസ് നോക്കാം. ഇതാണ് മഹീന്ദ്ര വേൾഡ് സ്കൂൾ ആൻഡ് ദിസ് ഈസ് 23 മറീന, ഇറ്റ്സ് ഇൻ ദുബായ്. ദെൻ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഐക്കോണിക് ട്വിൻ ടവേഴ്സ് ഓഫ് മുംബൈ. ഇതെപ്പോഴും നമ്മൾ മലേഷ്യയിലെ കോലാലംപൂരിലുള്ള പെട്രോണാസ് ട്വിൻ ടവർ ആയിട്ട് നമ്മളെപ്പോഴും കൂടെ ചേർത്ത് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. നമ്മുടെ ഇന്ത്യയുടെ പെട്രോണാസ് ടവേഴ്സ് ആണ് ഇമ്പീരിയൽ ടവേഴ്സ് എന്ന് പറയുന്നത്, ഡിസൈൻ ബൈ ഹഫീസ് കോൺട്രാക്ടർ. ദെൻ ദിസ് ഈസ് ദി 42 കൊൽക്കത്തയിലെ തന്നെ ദി ടോളസ്റ്റ് സ്ട്രക്ചറാണ് ദി 42 എന്ന് പറയുന്നത്. യെസ്, ആൻഡ് ദെൻ ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ലോകാൻവാല മിനർവ, ഡിസൈൻ ബൈ ദി ഗ്രേറ്റ് ഹഫീസ് കോൺട്രാക്ടർ. ദെൻ മന്ത്രി പിനാക്കൽ ഇസ് ഇൻ ബാംഗ്ലൂർ. ദെൻ വി ഹാവ് DLF ഹൊറൈസൺ സെൻറ്റർ ഇൻ ഗുർഗാവ്. ഓക്കെ, സോ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ബിൽഡിങ്സ് ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ട്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റാണ് ഹഫീസ് കോൺട്രാക്ടർ എന്ന് പറയുന്നത്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട് റിലേറ്റഡ് ടു ഹഫീസ് കോൺട്രാക്ടർ. സോ അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അടുത്തതായിട്ട് കോടികൾ സമ്പാദിക്കുന്ന ഒരു ആർക്കിടെക്റ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്, ബിമൽ പട്ടേൽ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒട്ടുമിക്ക പ്രൊജക്ട്സും ഡിസൈൻ ചെയ്യുന്നത് ബിമൽ പട്ടേലാണ്. അതിൽ എടുത്ത് പറയേണ്ട ഒരു സ്ട്രക്ചറാണ് നമ്മുടെ പാർലമെൻറ്റ് ഹൗസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, റീസെൻ്റ്ലി ഒരുപാട് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന സർക്കുലർ പ്ലാനിലുള്ള പാർലമെന്റ് ഹൗസ് നമുക്കറിയാം, ഡിസൈൻ ബൈ എഡി ലൂട്ടീൻസ് ആൻഡ് ഹെബർട്ട് ബേക്കർ. നമ്മുടെ പുതിയ പാർലമെന്റ് ഹൗസ് ട്രയാങ്കുലർ ഷേപ്പിലുള്ള നമ്മുടെ പുതിയ പാർലമെന്റ് ഹൗസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബിമൽ പട്ടേലാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ബിമൽ പട്ടേൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. IIM അഹമ്മദാബാദിൻ്റെ ക്യാമ്പസ് നമുക്കറിയാം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ലൂയി ഖാൻ ആയിരുന്നു. IIM അഹമ്മദാബാദിൻ്റെ പുതിയ ക്യാമ്പസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബിമൽ പട്ടേലാണ്. ഓക്കെ, അതുപോലെ തന്നെ അഗാഖാൻ അക്കാഡമി ഹൈദരാബാദ്, പിന്നെ നമ്മുടെ ഗുജറാത്തിൻ്റെ ഹൈക്കോർട്ട് ബിൽഡിംഗ് ഡിസൈൻ ചെയ്തത് ബിമൽ പട്ടേലാണ്. യെസ്, ഇതാണ് അഗാഖാൻ അക്കാഡമി ഹൈദരാബാദിലുള്ള, ആൻഡ് ദിസ് ഈസ് ദി ഹൈക്കോർട്ട് ബിൽഡിംഗ് ഓഫ് ഗുജറാത്ത്, ഡിസൈൻ ബൈ ആർക്കിടെക്ട് ബിമൽ പട്ടേൽ. ദെൻ നമ്മുടെ സബർമതി ആശ്രമം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗാന്ധി മെമ്മോറിയൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചാൾസ് കൊറയാണ്. അവിടെ ഒരു റെനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്. സോ അവിടെ അതിൻ്റെ റിസ്റ്റോറേഷൻ വർക്കുകൾ ഡിസൈൻ ചെയ്യുന്നത് ബിമൽ പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ പുതിയ പാർലമെൻറ്റ് ഹൗസ്, ട്രയാങ്കുലർ ഷേപ്പിൽ വരുന്ന നമ്മുടെ പാർലമെൻറ്റ് ഹൗസ്. ആൻഡ് ദിസ് ഈസ് ദി ന്യൂ ക്യാമ്പസ് ഓഫ് IIM അഹമ്മദാബാദ്. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയുമായിരിക്കും അറൗണ്ട് 200+ crores rupees ആണ് ഈ ഒരു പാർലമെൻറ്റ് ഹൗസിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ബിമൽ പട്ടേലിൻ്റെ ഫേം വാങ്ങിയിട്ടുള്ളത്. സോ അത്രയും ഏൺ ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റ് ആണ് ബിമൽ പട്ടേൽ. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും ബിമൽ പട്ടേലിനെ പോലെ കോടികൾ വാങ്ങിക്കുന്ന ഒരു ആർക്കിടെക്റ്റ് ആവാൻ. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. നന്നായിട്ട് പഠിച്ചിട്ട് നല്ലൊരു ക്യാമ്പസിൽ അഡ്മിഷൻ വാങ്ങാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ആർക്കിടെക്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒരുപാട് ആർക്കിടെക്ട്സ് ഉണ്ട്, ഒരുപാട് കോണ്ടന്റ് ഉണ്ട്. സോ ഇതുപോലത്തെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ see you on the next video. It's Febin. Bye.